എന്റെ ദൈവമേ, ഇവന്റെ ശല്യം കാരണം പുറത്തിറങ്ങാൻ വയ്യല്ലോ. എടി എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ട് അടി ഞാൻ നിന്റെ പുറകെ നടക്കുന്നത്. അത്രയ്ക്കുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ ഒന്ന് ചോദിക്കും, കാണട്ടെ നിന്റെ ധൈര്യം. എത്ര ധൈര്യമുണ്ട് അവന് വീണ്ടാത്ത കയറാൻ? ശല്യോ അമ്മ, ഞാൻ വിചാരിച്ചില്ല അവൻ വീട്ടിൽ കയറി വരുമെന്ന്. അവന്റെ തന്ത ഉണ്ടല്ലോ ആ കാട്ടുകോഴി, പണ്ട് എന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ഞാൻ വഴങ്ങിയില്ല. അതാണ് എന്റെ അമ്മയുടെ കുടുംബ പാരമ്പര്യം. നീ എന്റെ മോളാണെങ്കിൽ ആ കിണേനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂല. എടോ വത്സ, തന്നെ കൊണ്ടുള്ള ശല്യം തന്നെ ഈ നാട്ടുകാർ മടുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ താൻ റിട്ടയർഡ് ആയപ്പോ നിന്റെ മോനെയും കൊണ്ട് ഇറങ്ങിയിരിക്കണം. എടോ ഭാസ്കരൻ പിള്ളേ, ആയ കാലത്ത് കുറച്ച് കർമ്മങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷെ ഇവനെ ഞാൻ അങ്ങനല്ല വളർത്തിയത്. അപ്പപ്പോ കർമ്മ വിരോധി വഴി നടത്തിയോ കള്ള കോഴി. പണ്ട് പെണ്ണുങ്ങളുടെ കുളിക്കടവിന് കിട്ടി അടിക്ക് കൈ കണക്കുണ്ടോ? അതൊക്കെ പഴങ്കഥകളല്ലേ പിള്ളേ. തന്റെ പഴംപുരാണമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഭാസ്കര, എന്റെ മോനായതുകൊണ്ട് പറയല്ല, തന്റെ മോളെ അവൻ പൊന്നു പോലെ നോക്കിക്കൊള്ളടോ. സ്നേഹിച്ചു പോയി മാമ, എങ്ങനെയെങ്കിലും നടത്തി തരണം. കണ്ണമ്മേച്ചിരിക്കാതെ ഇറക്കി വിടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം തന്റെ മോനെ വിളിച്ചോണ്ട്. എന്താണോ നന്നാവാത്തെ? അനായാസേന മരണം, വിനായാസേന സ്വയംവരാർച്ചന, ശുക്ലാം ഭരതരം വിഷ്ണു, ചതുർഭുജം ശശിവരണം. തനിക്കുള്ള പരിപ്പോട ഞാൻ വച്ചിട്ടുണ്ടോ പിള്ളേ? മോനെ വാടാ. അല്ലെങ്കിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതാരോട് എന്തിനാ ഞാൻ പറയണ നീ കേൾക്കണുണ്ടോ? എടാ, അതൊക്കെ എന്റെ ലച്ചൂസിന്റെ ഫാമിലി. അവരെ കണ്ട് പഠിക്കാൻ പറ നിന്റെ അവളോട്. ഇപ്പൊ തന്നെ അവൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നീ ഒരു ഭാഗ്യം ചെയ്തവൻ തന്നെടാ. എല്ലാം മനസ്സിലാക്കുന്ന ഒരു ലച്ചൂസിനെ തന്നെ നിനക്ക് കിട്ടിയല്ലോ. മറ്റന്നാൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവാ. അവിടെ വീഡിയോ കോളുണ്ട്. ഇരുട്ടത്തുനിന്ന് പുറത്ത് വാ എന്റെ ലച്ചൂസേ. 2 ദിവസം കൂടെ കഴിഞ്ഞാ നേരിട്ട് കാണാമല്ലോ. പിന്നെ കുട്ടൂസേ, എന്റെ പാദസരം പൊട്ടിപ്പോയട കള്ള. എന്റെ കുട്ടൂസിനെ കാണാൻ വരുമ്പോ പുതിയ പാദസരം തന്നെ വേണം. എന്റെ ലച്ചൂസിന്റെ എന്താഗ്രഹം ഞാൻ സാധിച്ചു തരത്തെ? ക്യാഷിന് അയച്ചു തരൂലേ? മാമനാ താൻ ഏതാ കളവാ? അച്ഛാ, പൈസ എങ്ങനെ സഹിക്കുന്നു സൗദാമിനി നീ ആ കിണയൻ പിള്ളയുടെ കൂടെയുള്ള ജീവിതം? മടുത്ത് മത്സരട്ടോ, ഗതികേട്. എനിക്കെന്താ മത്സരട്ടുണ്ടല്ലോ കൊച്ചു കള്ളി. തന്തേ മോനെ സൗദു വളഞ്ഞു പിള്ള